എൻ്റെ പേര് നിബിൻ. ഞാൻ S3 ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ നടത്തുവാണ്. അവിടെ കാറിൻ്റെ സെറാമിക്, ഗ്രാഫൈൻ, റീസ്റ്റോറേഷൻ. പത്തനാപുരത്താണ് എൻ്റെ ഷോപ്പ്. അപ്പം എൻ്റെ ഒരു അൻഷാദൊക്കെ വിളിച്ചിട്ട് തന്ന വണ്ടിയാണിത്. കൊച്ചിയിലുള്ള ഡോക്ടറുടെ വണ്ടിയാണ്. അപ്പോൾ റീസ്റ്റോറേഷന് വേണ്ടി തന്നെയാണ്. ഒരു യെല്ലോ കളറിൽ കിടന്ന വണ്ടിയായിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് ചെയ്യണമായിരുന്നു, പിന്നെ ഗ്രാഫൈൻ ഇടണമായിരുന്നു, അപ്പോൾസറി, പ്ലേറ്റിങ്, അങ്ങനെ A to Z പണി, മെക്കാനിക്കൽ പണി വെച്ച് ബാക്കി എല്ലാ പണിയും ഈ വണ്ടിക്കകത്തുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വന്ന കോലമെന്ന് പറഞ്ഞാൽ വണ്ടി ഫുള്ള് ഡെൻറ്റിങ് കൂടുതൽ, ഡോറ് സൈഡ് ഫുള്ള് പോയി കിടന്ന വണ്ടിയാണ്. എന്ന് വെച്ചാൽ പൊത്ത് നാശമായി കിടന്ന വണ്ടിയായിരുന്നു. അത് സ്ക്രാപ്പിലോട്ട് കളയാതെ റീസ്റ്റോർ ചെയ്തെടുത്ത ഒരു കണ്ടീഷനാണ് ഇത്. അത്ര എഫേർട്ട് എടുത്തൊരു വണ്ടിയാണ് ഇത്. ഞങ്ങൾ അത്രയും ആ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിൽ എല്ലാവരും, പെയിൻറ്ററായാലും ഡീറ്റെയിലിംഗ് ചെയ്യുന്ന പിള്ളേരായാലും എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ വണ്ടിക്ക്. അത് 1.5 മാസം ഇതിനകത്ത് തകർത്ത് പണിഞ്ഞിട്ടാണ് ഇത് ഈ കണ്ടീഷന് ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ ഈ വണ്ടിക്കകത്ത് അംബാസഡർ ആയതുകൊണ്ടാണ് പുള്ളി പണിഞ്ഞത്. കാരണം ഇത് ഏതാണ്ട് നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് ഈ വണ്ടി ഈ ഒരു കണ്ടീഷനിൽ എത്തിക്കാൻ വേണ്ടി. നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളോടെ നല്ല വൃത്തിയായിട്ട് വണ്ടി വേണമെന്നേ പറഞ്ഞോളൂ. പിന്നെ പുള്ളിക്ക് 2 കാറുണ്ട്. പിന്നെ ഇതാണ് അവരെ കുടുംബ നെയിം, ചെന്താര, കൊച്ചിയിലാണ്. നമ്മളെ പെയിൻറ്റർ, S3 പെയിൻറ്റർ. അപ്പം ടീച്ചറിനാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള ഈ പെയിൻറ്റിങ് സെക്ഷനിലാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷനിലോട്ടാക്കി, അംബാസഡർ അല്ലേ, പഴയ കണ്ടീഷനിൽ നിന്ന് എത്രയൊക്കെ ചെയ്താലും ആ ഒരു പെർഫോമൻസ് കിട്ടത്തില്ലല്ലോ. അപ്പം ടീച്ചറിൻ്റെ എഫേർട്ടാണ് ഇത് മാക്സിമം. പഴയ വീഡിയോ കിടപ്പുണ്ട്, അത് കണ്ടു നോക്കിയാലേ മനസ്സിലാവും. ഞാൻ കണ്ടായിരുന്നു, നല്ല പണിയായിട്ട് കിടന്ന സമയത്തായിരുന്നു വന്നതല്ലേ. നമ്മളിത് ഇത്രയും ചെയ്തെടുത്തു. പിന്നെ ഇതെല്ലാം പ്ലേറ്റിംഗ് എല്ലാം ചെയ്യിച്ചതാണ്, പ്ലേറ്റ് ചെയ്ത് വെച്ചതാണ്. അതിനകത്ത് പിന്നെ ടെയിലൈറ്റ് മാറ്റിയിട്ടുണ്ട്. കാരണം ടെയിലൈറ്റ് പോരായിരുന്നു, ബാക്കിൽ ടെയിലൈറ്റ് മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ആക്സസറീസ് നമ്മൾ സീറ്റ് ചെയ്യിച്ചതാണ്, ബക്കറ്റ് സീറ്റ് ചെയ്യിച്ചതാണ്. അതിനകത്ത് ഇരിക്കാൻ നല്ല യാത്രാ സുഖമാണ്. നമ്മൾ തന്നെ ചെയ്ത ഫുള്ളും. നമുക്ക് മെക്കാനിക്കൽ പണി വെച്ച് ബാക്കി എല്ലാ പണി ഇതിനകത്തുണ്ടായിരുന്നു ഈ വണ്ടിക്കകത്ത്. നമുക്ക് മാക്സിമം ഈ കാർ റീസ്റ്റോറേഷന് നിന്നുകൊണ്ട് ഞങ്ങളെല്ലാ സാധനവും നമ്മൾ ഈ ബമ്പറും ഗ്രില്ലും എല്ലാം ഇളക്കി ഈ വണ്ടി കിടന്ന് തന്നെ പ്ലേറ്റ് ചെയ്ത് റീസ്റ്റോറേഷൻ ചെയ്തിട്ടാണ്. കാരണം ഇതിൻ്റെ പാർട്സ് അവൈലബിലിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, കാരണം കിട്ടാനില്ല ഇത്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ സ്ക്രാപ്പിൽ നിന്നൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് മാക്സിമം ഞങ്ങൾ ഫുള്ള് ഇതിൻ്റെ പ്ലേറ്റഡ് പീസ് ഫുള്ള് ഇളക്കിയിട്ടാണ് നിലനിർത്തി ചെയ്ത് തന്നെ. എന്ന് വെച്ചാൽ നമുക്ക് വിൻറ്റേജ് കണ്ടീഷൻ ആ ഒരു ഇത് നിൽക്കണമായിരുന്നു, ഷോറൂം കണ്ടീഷൻ എന്നൊക്കെ പറയത്തില്ല, അതേപോലെ ഈ വണ്ടി ആ ഒരു കണ്ടീഷനിൽ തന്നെ വേണം. പിന്നെ പുതിയ മോഡിഫിക്കേഷൻ അങ്ങനെ അംബാസഡറൊക്കെ ചെയ്യുന്ന പോലെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആകെ മാറ്റിയിട്ടുള്ളത് ടെയിലൈറ്റ് മാത്രമേ ഉള്ളൂ പുതിയത് മേടിച്ചത്. കാരണം ടെസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു കളർ ഫെയ്ഡ് വന്നുകൊണ്ട് അത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ബാക്കി എല്ലാ പീസും നമ്മൾ ചെയ്തതാണ്, പിന്നെ ഒറിജിനൽ തന്നെയാണ്. പിന്നെ ഈ ടയർ കസ്റ്റമർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, വൈറ്റ് വാലറ്റ് ടയർ വേണമെന്ന്. അപ്പോൾ ഈ വൈറ്റ് വാലറ്റ് ഞങ്ങൾ ആ ഒരു ടൈമിൽ ഇത് കിട്ടാനില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെയിൻറ്റിന് വരച്ചതാണിത്, PU പെയിൻ്റ് എടുത്തിട്ട് വരച്ചതാണ് ഈ വൈറ്റ് വാലറ്റ്. പിന്നെ ഈ ബെൻസിൻ്റെ ഇത് എല്ലാം നമ്മൾ പ്ലേറ്റഡ് പീസാണ്. ഈ ബാക്കിലത്തെ ഈ ബമ്പറും എല്ലാം നമ്മൾ പ്ലേറ്റ് ചെയ്തെടുത്താണ്. ആകെ ഇതിനകത്ത് നമ്മളൊരു ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത് ഈ ടെയിൽ ലാമ്പ് മാത്രമേ ഉള്ളൂ. കാരണം പഴയത് പോരായിരുന്നു. പിന്നെ പുതിയത് ഈ ബാക്ക് കൊണ്ട് കാണുമ്പോൾ ഒരു ഗുമ്മ കിട്ടട്ടെന്ന് വെച്ചാൽ ഇത് മാറ്റിയത്. പിന്നെ വണ്ടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, മിറർ ഫിനിഷ് കിടക്കുകയാണ്. ഗ്രാഫൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് പെയിൻറ്റിങ്ങും ഉണ്ടായിരുന്നു, ഇതിനകത്ത് ഗ്രാഫൈനും ഉണ്ടായിരുന്നു. നമ്മളിതിനകത്ത് കൂടിയ ക്ലിയറാണ് മേടിച്ചത്, സെൽഫ് ഫീലിംഗ് ഉള്ള ക്ലിയറാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേളിൽ ഗ്രാഫൈൻ കോട്ടിങ് കൂടെ വരുമ്പം നല്ല അറിയാമല്ലോ, ഗ്രാഫൈൻ്റെ ഇപ്പോൾ എന്ന് വെച്ചാൽ 10H ആണ്. അത്രയും കൂടിയ ഒരു ക്വാളിറ്റി ഇതിനകത്ത് കിട്ടും. നമുക്ക് മഴയത്തോ വെയിലത്തോ എവിടെ വേണമെങ്കിലും ഈ വണ്ടി ധൈര്യമായിട്ട് കൊണ്ടിടാം, ഒരു പ്രശ്നവും വരത്തില്ല. പിന്നെ ടെസ്റ്റ് എന്തായാലും പാസ്സായിട്ടുണ്ട് ഈ വണ്ടി. പിന്നെ നമുക്ക് വർക്ക് വന്നിട്ടുള്ള ഇൻറ്റീരിയലാണ്. ഇൻറ്റീരിയൽ അംബാസഡറിൻ്റെ അറിയാമല്ലോ. അപ്പോൾ ഡോക്ടർക്കൊരാഗ്രഹം ഈ നമുക്കൊരു ബക്കറ്റ് സീറ്റ് പണിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അംബാസഡർ. അപ്പോൾ നമ്മൾ അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വണ്ടി ഫുള്ളായിട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഈ അംബാസഡർ ഇഷ്ടപ്പെടുന്നവർ ധൈര്യമായിട്ട് ഞങ്ങളെ S3 കൊണ്ട് തരിക. കാരണം വെച്ചാൽ അംബാസഡർ മാത്രം റീസ്റ്റോറേഷൻ ചെയ്തെടുത്താലോ എന്ന് ഞങ്ങൾ ആ വർക്ക് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്തെടുക്കാനാണ് ആഗ്രഹം. വണ്ടിയുണ്ട്, വർക്കിന് വണ്ടിയുണ്ട്. അപ്പോൾ അംബാസഡർ ആകുമ്പം എല്ലാവർക്കും ഇപ്പോൾ ഈ വണ്ടി തന്നെ നമ്മളിപ്പോൾ റോഡിൽ കൂടെ വന്നപ്പോൾ എത്ര പേരാണ് നോക്കിയത്. അപ്പോൾ അത് ആ ഒരു നമ്മളിപ്പോൾ ഫോർച്യൂണറിലോ ഏത് വണ്ടിയിൽ പോകുന്നതിനെക്കാട്ടിയും ഈ ബ്ലാക്കൊക്കെ അടിച്ച് ലൂസിഫർ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ പോകുന്ന പോലെ നമുക്ക് എല്ലാവർക്കും പോയി കഴിഞ്ഞാൽ എത്ര പേരാ. ഞങ്ങളിപ്പം പുനലൂർ പോയിട്ട് വന്നപ്പം 2 പയ്യന്മാർ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയായിരുന്നു. മാക്സിമം എല്ലാവരും ഇപ്പം വിൽക്കാൻ നോക്കത്തേ ഉള്ളൂ. പഴയ വണ്ടി ഇപ്പോൾ ആൾട്ടോയോ പവർ സ്റ്റിയറിംഗ് വണ്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാനേ നോക്കത്തുള്ളൂ. പക്ഷേ ഈ അംബാസഡർ പോകുന്ന ഒരു സുഖവും അതിൻ്റെ ഒരു ഇതും വേറെ ഒരു വണ്ടിയിലും കിട്ടത്തില്ല. ഈ ഇത് അടിച്ചിട്ട് നമ്മൾ വെള്ളോട്ടിറങ്ങി എങ്ങനെയായാലും 10 പേര് നമ്മളെ നോക്കും, ഈ വണ്ടി നോക്കും, നമ്മളല്ലേ ഈ വണ്ടി നോക്കും 10 പേര്. ഇതാണ് ഞങ്ങളുടെ സ്റ്റുഡിയോ. നമ്മളിതിനകത്ത് ചെയ്തേക്കുന്ന ഈ സീരിയസിൻ്റെ ഗ്രാഫൈനാണ് ഈ വണ്ടിയിൽ ചെയ്തേക്കുന്നത് അംബാസഡറിൽ. നമുക്കിവിടെ കൂടുതലും സെറാമിക്, PPF, ഗ്രാഫൈൻ ഈ വർക്കുകളാണ് നമുക്ക് കൂടുതൽ. ഇപ്പോൾ ഈ കിടക്കുന്ന വണ്ടികളെല്ലാം റീസ്റ്റോറേഷനും ഗ്രാഫൈനും വന്നതാണ്. അപ്പോൾ അംബാസഡർ ചെയ്തേക്കുന്ന ഇതാണ് ഗ്രാഫൈൻ സീരിയസിൻ്റെ.
അത് US ബ്രാൻഡാണ്. ഇത് നമുക്ക് ഇതിന് നമുക്ക് 5 വർഷം കൺഫേം വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫിലിമിന് നമ്മൾ 10 വർഷം വാറണ്ടി കൊടുക്കുന്ന ഫിലിം നമ്മളെ ചെയ്യുന്നുള്ളൂ ഈ PPF. ഈ വെൻഡോ നമ്മളെ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഞാൻ പോയി എടുത്തിട്ട് വന്നത് ഇതിന് കളർ ചേഞ്ചാണ്. ഫുള്ള് പോളോ റെഡ് അടിച്ച് ടോപ്പ് ബ്ലാക്ക് അടിച്ച് അലോയ് കയറ്റി കറക്റ്റൊരു മോഡിഫിക്കേഷൻ റെസ്റ്റോറേഷൻ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ സൈലോയും കളർ ചേഞ്ചാണ്. അത് ഗ്രാഫിൻ എല്ലാ വണ്ടിക്കും സെറാമിക്കും നമ്മൾ പെയിൻറ്റിങ്ങും ഗ്രാഫൈനും കൂടെ ഒരു പാക്കേജിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ പുതിയ വണ്ടികൾ നമ്മൾ സെറാമിക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പത്തനാപുരത്ത് നമുക്കിപ്പം പുല്ലൂർ പത്തനാപുരത്ത് നമ്മളെ ഉള്ള സെറാമിക് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ വാഷിങ് ഈ ഒരു കോമ്പൗണ്ടിൽ നമുക്ക് ആക്സസറീസ് ഉണ്ട്, വാഷിംഗ് ഉണ്ട്, അണ്ടർബോഡി ഉണ്ട്, സെറാമിക് പോളിഷിങ്, അങ്ങനെയുള്ള A to Z ഐറ്റം മെക്കാനിക്കൽ പാർട്സ് വെച്ച് ബാക്കി എല്ലാം ഇവിടെ ഉണ്ട്. പെയിൻറ്റിങ് ഡെൻറ്റിങ് എല്ലാം നമുക്കിവിടെ ഉണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന 3 ബൈക്ക് ഫിലിമിന് വന്നതാണ്, PPF ഒട്ടിക്കാൻ വേണ്ടി വന്നതാണ്. ഈ വണ്ടി നമ്മൾ അംബാസഡർ സെറാമിക് ചെയ്തതാണ്. എന്ന് വെച്ചാൽ ഈ വണ്ടി എന്ന് വെച്ചാൽ സെറാമിക് ചെയ്താലുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം വണ്ടിയുടെ മേലെ നിൽക്കില്ല. നമുക്ക് മഴയത്തോ വെയിലത്തോ എവിടെ വേണമെങ്കിലും വണ്ടി കൊണ്ടിടാം, മരച്ചൂട്ടിലും കൊണ്ടിടാം. നമുക്ക് നോർമലായിട്ട് കസ്റ്റമറിന് വീട്ടിൽ തന്നെ കഴുകിയാൽ മതി. ഈ ലോക്കൽ വർഷോപ്പ് ഈ വാഷിങ്ങിന് കൊണ്ടുപോയി കെമിക്കൽ കാരോ ഒക്കെ ഉപയോഗിച്ച് വണ്ടിയുടെ ഉള്ള ക്ലിയറിൻ്റെ ഇതുകൂടെ ഫിനിഷിംഗ് കൂടെ പോകും. സെറാമിക് ചെയ്ത് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ലെയർ കോട്ടിംഗ് ആയിട്ട് വണ്ടിയിൽ എപ്പോഴും കിടക്കും. എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ വാറണ്ടിയോടെ കൊടുക്കുന്നത് സെറാമിക്. പുതിയ വണ്ടികൾ എന്ന് വെച്ചാൽ പുതിയ വണ്ടികൾ നമ്മളൊരു പാക്കേജ് റേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഴയ വണ്ടികൾ പെയിൻറ്റിങ് ഉണ്ടെങ്കിൽ ആ കളക്ഷൻ ചെയ്ത് ഇതേപോലെ റെസ്റ്റോറേഷൻ്റെ വർക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. കളർ ചേഞ്ച് വേണമെങ്കിൽ കളർ ചേഞ്ച്, ആ പെയിൻറ്റഡ് പീസ് എല്ലാം നമ്മളിവിടെ പെയിൻറ്റ് ചെയ്ത് സെറാമിക് ചെയ്ത് നമ്മൾ കൊടുക്കും. പിന്നെ അണ്ടർ ബോഡി എല്ലാ ആക്സസറീസോ അലോയ് വീലോ ഏത് സാധനം 360 ക്യാമറ സീറ്റ് കവർ അങ്ങനെയുള്ള എല്ലാ പരിപാടിയും നമുക്ക് ഇവിടെ ഉണ്ട്.